എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ളതായ വാക്കിൽ നിന്ന് പോൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അടുത്ത ചില മാസങ്ങൾ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് അല്ലെങ്കിൽ ചില ആഴ്ചകൾ ഏതാണ്ട് 14 മെസ്സേജുകൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. അടുത്ത 14 ആഴ്ചകൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് നിങ്ങൾ തുടർമാനമായിട്ട് കേൾക്കും. കർത്താവിൻ്റെ ഹൃദയത്തിലെ ഒരു ചിന്ത തന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യയിലായിരുന്നപ്പോൾ ഈ പ്രാവശ്യം തിരിച്ച് കാനഡയ്ക്ക് പോകുമ്പോൾ ഇനിയും പുസ്തകങ്ങളൊക്കെ എടുത്ത് പഠിപ്പിക്കണം എന്നുള്ളതായ ഒരു താല്പര്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ വായിക്കുവാനായിട്ട് തുടങ്ങി. വന്നു കഴിഞ്ഞതിന് ശേഷം വാസ്തവത്തിൽ മെസ്സേജ് എല്ലാം നോക്കിയപ്പോൾ ഒരു അധ്യായത്തിൽ നിന്ന് കുറഞ്ഞ പക്ഷം ഒരു 2 മെസ്സേജെങ്കിലും പറയാം, 6 അധ്യായത്തിൽ നിന്ന് 12 മെസ്സേജ് പറയാം. അങ്ങനെ ഞാൻ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പോലെ കാലം അതിൽ നിന്നാണ് അല്പമായി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ ആരംഭം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കും: ദൈവേഷ്ടത്താൽ ക്രിസ്തയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തയേശുവിൽ വിശ്വാസികളുമാർക്ക് എഴുതുന്നു. നമ്മൾ എഫേസ്യ ലേഖനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എഫേസസ് പട്ടണം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് മനസ്സിലായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വില്യം ബാർക്ലി എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെ ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്: എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ ഒരു റാണി എന്നാണ് അദ്ദേഹമേ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റ് ആൽഫ്രഡ് എന്ന് പറയുന്ന മറ്റൊരു തിയോളജിയൻ പറഞ്ഞത് ഇത് കൃപയുടെ ലേഖനം അത്ര കാര്യം. കൃപ എന്ന് പറയുന്നതായ വാക്കുകൾ ഒത്തിരി എഫേസ്യയിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതൊരു കൃപയുടെ ലേഖനം എന്നാണ്. ഇത് എഴുതിയത് AD 62 അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ, കാരാഗ്രഹം എന്ന് പറയുമ്പോൾ തൻ്റെ ഹൗസ് അറസ്റ്റ് ആയിരുന്നു കാര്യം. താൻ വാടകയ്ക്കെടുത്തായി വീട്ടിൽ തന്നെ അങ്ങനെ ഹൗസ് അറസ്റ്റിൽ ആയിട്ട് താൻ അവിടെ പാർക്കുന്ന സമയത്ത് എഴുതിയതായ ലേഖനമാണ് ഈ റോമ ഈ എഫേസ്യ ലേഖനം. നമ്മളെ കൊലോസ് ലേഖനം, അതുപോലെ ഫിലോമോനെ, ഫിലിപ്പെ ലേഖനം, ഇതെല്ലാം കാരാഗ്രഹ ലേഖനങ്ങളാണ്. എന്നാൽ നമ്മൾ ഈ എഫേസ്യ ലേഖനവും അതുപോലെ കൊലോസ് ലേഖനവും നമ്മൾ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ അതിനൊക്കെ ഒത്തിരി സാമ്യം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കൊലോസ് ലേഖനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിരസിനെ വരച്ച് കാണിക്കുമ്പോൾ എഫേസ്യ ലേഖനം ശരീരത്തെ വരച്ച് കാണിക്കുന്നത്, സഭയാകുന്ന ശരീരത്തെ വരച്ച് കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.